ഒരിഷ്ടത്തിൻ്റെ പുറത്ത് തോന്നിയതാണ് ഒരു ബ്രൗണി ഉണ്ടാക്കിയാലോ. നമുക്ക് ബ്രൗണി എന്ന് പറയുന്ന സാധനത്തിന് എഗ്ഗ് വെച്ചിട്ടും അതേപോലെ നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കുകയെന്ന് കേട്ടിട്ട് ഒരു വെജ് ബ്രൗണി അതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്നുള്ളൊരു കൗതുകത്തോടെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയൊരു സാധനമാണ് ഈ വെജ് ബ്രൗണി എന്ന്. അതിൻ്റെ റെസിപ്പീസ് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഡബിൾ ബോയിലായിട്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ അമൂലിൻ്റെ ചോക്ലേറ്റാണ് എടുത്തത്. ഒരു 4-5 പീസസ് അമൂൽ ചോക്ലേറ്റിലേക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് 1 സ്പൂണ് ബട്ടർ നമ്മളിതിലേക്ക് ആഡ് ചെയ്യാണ്. ഈ ബട്ടർ എന്ന് പറഞ്ഞാൽ സോൾട്ട് ആഡഡ് അല്ലാത്ത ബട്ടറാണ്. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പ്യുവർ മെൽറ്റായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആയിട്ട് ഇത് കിട്ടും. അപ്പം ഈ ബട്ടർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ അതിന് ഗ്ലൈസിങ്ങും അതിലുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ അതിൽ ഒരു കട്ട പോലും ഇല്ലാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ വെല്ലം അല്ലെങ്കിൽ ശർക്കര എന്ന് പറയുന്ന സാധനമാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ സാദാ ഷുഗറോ ഒക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസായ കുറച്ച് മൈദ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏതാണോ അളവെടുക്കുന്നത്, അപ്പം 1 കപ്പാണ്, നമ്മൾ എന്ത് കപ്പായാലും മതി, അതിനൊരു കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ, 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ, ഈ 3 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ തരിച്ചെടുത്തതിന് ശേഷം ഈ പൗഡർ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ശർക്കരയിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ അളവെടുത്ത അതേ കപ്പിന് 1/2 കപ്പ് പാൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ പാൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 2 സ്പൂണ് തൈരാണ്, മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാനവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒട്ടും പുളിയൊന്നും ഇല്ലാത്ത നല്ല ഒരു തൈര് 2 സ്പൂണ് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 സ്പൂണ് വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. ആ ഒരു വാനില ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതും നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മളുടെ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചോക്ലേറ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് അതും നല്ലതുപോലെ അടിച്ചെടുത്ത ശേഷം നമ്മൾ ആ ജാറിലേക്ക് തന്നെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ഈ അമൂലിൻ്റെ തന്നെ ചോക്ലേറ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കടിക്കണ സമയത്ത് നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു മെൽറ്റഡ് ചോക്ലേറ്റ് കിട്ടും. അപ്പം അതിന് വേണ്ടി അതും നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്യണത്, നമുക്കൊരു ട്രേ വേണം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. അത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്റ്റീൽ പ്ലേറ്റിൽ നല്ല രീതിയിൽ ബട്ടർ തടവിയിട്ടുണ്ട്. ഈ ബട്ടർ തടവിയതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഒഴിച്ചു കൊടുക്കുക. മിക്സ് ഒഴിച്ച് നല്ല രീതിയിൽ പരത്തി ഒരു ബ്രൗണി പോലെ നല്ല അതിൻ്റെ ഒരു അളവിൽ നമ്മൾ പരത്തിയെടുക്കുകയാണ്. അതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂ കട്ട് ചെയ്തിട്ട് ഇടുകയാണ്. നമുക്ക് ബദാംസ് ഉണ്ടെങ്കിൽ ബദാം ഇടാം. ഇനി അതേപോലെ നമുക്ക് ഈ ചെറിയ ഉണക്ക മുന്തിരി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്യൂബ്സ് ആയിട്ടുള്ള പൊടിയുള്ള നമ്മൾ ചോക്ലേറ്റില്ലേ, ആ ചോക്ലേറ്റിൻ്റെ പീസസും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതൊക്കെ നല്ലതുപോലെ മെൽറ്റായി കിട്ടുമ്പോൾ നമുക്ക് ആ ബ്രൗണി കഴിക്കുമ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ജസ്റ്റ് കഷ്ണങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കാഷ്യൂ അല്ലെങ്കിൽ ബദാം എല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളിത് ഓവനിലല്ല, നമ്മളൊരു സാധാ സ്റ്റൗവിലാണ് എടുക്കുന്നത്. അത് നമ്മളൊരു കട്ടിയുള്ള തവ വെച്ച് നമ്മളുടെ ഒരു പാത്രം ഹോൾഡ് ചെയ്യാനുള്ളത് വെച്ച് അതിലൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു 20 മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിക്കണം. 20 മിനിറ്റ് ആയതിന് ശേഷം നമ്മളിതിൻ്റെ മൂടി തുറന്ന് നമ്മളൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുമ്പം പ്യുവറായിട്ട് പോയിട്ടുണ്ടാവില്ല, ചെറിയൊരു രീതിയിൽ നമ്മളൊരു വെന്ത പോലെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ
ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ട്രേയിൽ നിന്ന് അല്ലെങ്കിൽ പ്ലേറ്റിൽ നിന്ന് മാറ്റാവൂ. നമുക്ക് ക്യൂബ്സായിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് അത് നമ്മൾ മുറിച്ച് വെച്ചിട്ട് നമ്മൾ ഐസ്ക്രീമിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു പ്യോർ വെജിറ്റേറിയൻ ആയിട്ടുള്ള എന്നാലൊരു ഓവൻ ഇല്ലാത്തൊരു ബ്രൗണിയാണിത്. ഇത് ചെറിയൊരു ചൂട് ബ്രൗണിക്ക് നല്ല തണുത്ത ഐസ്ക്രീമും കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പ്യുവർ വെജായിട്ട് നമ്മൾ വെല്ലം അല്ലെങ്കിൽ ശർക്കര ഉപയോഗിച്ചുണ്ടാക്കുന്ന ടേസ്റ്റി ബ്രൗണിയാണിത്.